അന്നുമറി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വേളാങ്കണ്ണി ട്രിപ്പിന്റെ അവസാന ഭാഗത്തെ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നേർച്ചകളെല്ലാം ഏകദേശം പൂർത്തിയായി. പിന്നെ മുട്ടയെ നീന്തുന്ന ഒരു നേർച്ചകളുണ്ടായിരുന്നു. അത് നട്ടുച്ച സമയമുണ്ട്. ഇത്തിരി പ്രയാസമായിരുന്നു, മുഴുവനാക്കാൻ പറ്റിയില്ല. മാതാവിനോട് ക്ഷമ ചോദിച്ച് ആ പള്ളിയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ നിന്നും പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഏകദേശം നമ്മുടെ പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് റൂമിലോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. നല്ല ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നേ. ഇതൊരു ചെറിയൊരു ദേവാലയം. അങ്ങനെ നേർച്ചകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണേ. തിരിച്ച് നടക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു, നല്ല ചൂടായതുകൊണ്ട് ഭയങ്കര പാടായിരുന്നേ. ഒരു പള്ളിയും കൂടി എനിക്ക് കയറാനുണ്ട്. മെയിൻ ചർച്ച്, മാതാവിൻ്റെ വേളാങ്കണ്ണി പള്ളിയുടെ മെയിൻ ചർച്ചാണ് ഇത്. ഇവിടെ ഞാൻ കയറാൻ പറ്റിയില്ലായിരുന്നു, സമയം കിട്ടിയില്ല. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഓടി ഇവിടെ കയറാതെ എങ്ങനെയാണ് പോവുക? ഇവിടെയല്ലേ മാതാവിൻ്റെ തിരുശേഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളേ. അവിടെ ഓടിച്ചെന്ന് അവിടെയും കയറി. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അകത്ത് ഫോട്ടോസോ വീഡിയോസോ ഒന്നും അലോ അല്ല. അങ്ങനെ അവിടെയും കയറി പ്രാർത്ഥിച്ചു തിരിച്ചിറങ്ങി നേരെ നമ്മുടെ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇനി നമുക്ക് കീ കൊടുക്കണം. കീ കൊണ്ട് തിരിച്ചേൽപ്പിച്ചിട്ട് നമുക്കൊരു റെസിപ്റ്റ്, അവർ അഡ്വാൻസ് വാങ്ങിച്ച് നമുക്ക് പൈസ തിരിച്ച് വാങ്ങിക്കണമല്ലോ. ആ റെസിപ്റ്റ് വാങ്ങിക്കണം. ആ റെസിപ്റ്റ് നമുക്ക് തിരിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മൾ കൊടുത്ത അഡ്വാൻസിൻ്റെ തുക, അതും അവർ പറയുന്ന ടൈമിനുള്ളിൽ നമ്മൾ ഈ റെസിപ്റ്റ് കൊണ്ട് ഏൽപ്പിക്കണം. നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണോ നമുക്ക് ഈ റൂമും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തു തരുന്ന അവിടെ തന്നെ കൊണ്ട് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെസിപ്റ്റ് കൊണ്ട് ഏൽപ്പിച്ചിട്ട് നമ്മുടെ അഡ്വാൻസ് തുക നമുക്ക് തിരിച്ചു വാങ്ങിക്കാം. ഇതായിരുന്നു ആ ചെറിയ ബിൽഡിങ്. അവിടെ കൊണ്ടുപോയി നമ്മൾ ഇത് കൊടുത്തു. നമ്മുടെ തമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് തിരിച്ച് പോകുമ്പോഴും ആ തമ്പ് ചെയ്യണം. അങ്ങനെ അതെല്ലാം ചെയ്തു, അഡ്വാൻസ് എല്ലാം കിട്ടി. നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല ഫുഡായിരുന്നു കേട്ടോ, ചപ്പാത്തി മുട്ട റോസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വന്നപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ റൂമാണ് ഞങ്ങൾ എടുത്തിരുന്നതൊക്കെ, നല്ല സർവീസായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നല്ല സമയമുണ്ട്. നമുക്ക് 6:50 ട്രെയിൻ, 6:45 ആ സമയമായിരുന്നു ട്രെയിന്. നമ്മൾ ഇറങ്ങി 4:30 5 നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. 10 മിനിറ്റ് പോലും ഇല്ല റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാൻ പള്ളിയിൽ നിന്ന്. നല്ല ചൂടായിരുന്നതിൻ്റെ വെയിലായിരുന്നതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഒഴിച്ചാൽ ബാക്കിയൊന്നുമില്ല. അപ്പം ഇത്തിരി വെള്ളവും കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ പിന്നെന്താ, 1-2 നമ്മളെവിടെ ചെന്നാലും നമുക്കൊരു ഫോട്ടോയും വീഡിയോ എടുക്കണമല്ലോ. നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് നമ്മുടെ ട്രെയിൻ അതാ കിടക്കുന്ന ആൾക്കാരെല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടേ. അങ്ങനെ ഞങ്ങൾ എന്നാൽ പിന്നെ നമുക്ക് ട്രെയിനിൽ അകത്ത് കയറിയിരുന്നാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അപ്പുറത്തെ സൈഡിലില്ലേ അവിടെ ചെല്ലാമെന്ന് കരുതി. അങ്ങനെ ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു, ലിഫ്റ്റിൽ കയറി നമ്മൾ അപ്പുറത്തോട്ട് ഇറങ്ങി. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ട്രെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറി. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. തിരിച്ച് ഞങ്ങളുടെ കൂടെ അന്ന് ട്രെയിനിലുണ്ടായിരുന്ന മിക്ക ആൾക്കാരും അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകാനും ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് പരിചയക്കാരായി. നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ തിരിച്ച് അവരുടെ കൂടെ തന്നെ യാത്ര ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല അറിയാവുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. ഇനി നമുക്ക് ട്രെയിനിൻ്റെ അടുത്തോട്ട് നടക്കാം. നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ആളായിരുന്നു. പിന്നെ സീറ്റ് കിട്ടി, എവിടെയെങ്കിലും ഇരിക്കാമെന്ന് കരുതി. പക്ഷെ ആ സീനറി ഉണ്ടല്ലോ, ആ ട്രെയിൻ കിടക്കുന്ന ആ ഒരു ലൊക്കേഷനും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നല്ല സീനറി എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണേ.
നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ ഉള്ളവരെല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. കണ്ടോ, ഇതായിരുന്നു ട്രെയിൻ ഇങ്ങനെ കിടക്കുന്ന നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കാട് പോലെ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. കുറേ ആടുകളും പിന്നെ ആടിനെ മേയ്ക്കാനായിട്ട് കുറേ ആൾക്കാരും. നമ്മളവിടെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ടൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങ് നിന്നു. സമയം കുറച്ചുണ്ടല്ലോ നമുക്ക്, പക്ഷെ നമുക്ക് ബോറടിച്ചേ ഇല്ല കേട്ടോ. അത്രയും നല്ല രസമായിരുന്നു. നല്ല തണുത്ത കാറ്റും ആ ചൂടൊന്നും ഏറ്റുന്നില്ല. അവിടെ ഇരുന്ന് കുറേ സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്നേ പിന്നെ നമുക്ക് ട്രെയിനിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണാൻ, എനിക്ക് എഞ്ചിനൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹം. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒത്തിരി ആൾക്കാർ, അവിടെ നിൽക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകുന്നു. എന്നാൽ പിന്നെ നമുക്കന്ന് ട്രെയിനിൽ കയറിയാലോ, സമയമൊക്കെ ആവുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് ട്രെയിനിൽ കയറി. നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങൾ ഈ ട്രെയിനിൽ തന്നെയാണോ തിരിച്ചു പോകണമെന്നൊക്കെ എല്ലാവരോടും സംസാരിച്ചു. ട്രെയിൻ അവിടുന്ന് വിട്ടു. ഇനി അടുത്ത സ്റ്റേഷൻ നാഗപട്ടണമാണ്. വേളാങ്കണ്ണി കഴിഞ്ഞാൽ നാഗപട്ടണം. നാഗപട്ടണത്ത് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ പിടിച്ചിടുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ഒരു അരമണിക്കൂറിന് മേലോളം അവിടെ പിടിച്ചിടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വേളാങ്കണ്ണിയോട് വിട പറയുകയാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് തിരിച്ച് മാതാവിനെ കാണാൻ വരിക അറിയില്ല. എത്രയും പെട്ടെന്ന് വരണമെന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾക്കൊക്കെ തിരിച്ച് നന്ദി പറയാനായിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് മാതാവിനെ കാണാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. ഇങ്ങനെ സന്ധ്യയായി തുടങ്ങിയപ്പോൾ ഇനി വീഡിയോയുടെ ക്ലാരിറ്റി അത്ര ക്ലിയർ അല്ല. നമ്മുടെ സീറ്റിംഗ് ഇത് കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും നല്ല കംഫർട്ടായിരുന്നു. എന്താ പറയുക, ഈ അങ്കിളുമാരും ടീച്ചർമാരുമായിരുന്നു, സാറുമാരും ടീച്ചർമാരുമായിരുന്നു ആക്റ്റീവായിട്ട്, നമ്മളെക്കാട്ടുമൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഒരു ജിൽ ജിൽ എന്ന് പറഞ്ഞിട്ടാണ് യാത്ര എൻജോയ് ചെയ്തിരുന്നത്. പാട്ടും നല്ല രസമായിരുന്നു. അങ്ങനെ ട്രെയിൻ മുന്നോട്ടെടുത്തു. രാത്രിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. നാഗപട്ടണം കഴിഞ്ഞ് ഉള്ള, അല്ല നാഗപട്ടണം അടുക്കാൻ പോവുക. അവിടെ ഞാൻ പറഞ്ഞല്ലോ കുറേ നേരം പിടിച്ചിടും. അതാണ് ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു, അങ്ങോട്ട് പോയപ്പോഴും അങ്ങനെ തന്നെ. നാഗപട്ടണം സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ കുറേ നേരം ഉണ്ടല്ലോ വെയിറ്റിങ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡ്, വെള്ളം, ഈ ട്രെയിനിൽ പാൻട്രി ഇല്ല. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം ഇവിടുന്ന് വാങ്ങിക്കാം. അപ്പോൾ അത്യാവശ്യം ഉണ്ട്. നാഗപട്ടണം സ്റ്റേഷൻ അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ആൾക്കാർ. രാത്രിയിലെ ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. രാത്രിയുടെ വിഷ്വലിൻ്റെ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. എത്തുന്നുണ്ടോ, ട്രെയിൻ പോകുന്നതാണ്. ഫ്രണ്ടിലെ വ്യൂ അതെടുക്കാൻ നോക്കിയതാ, എന്തുമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഞാനങ്ങനെ കിടന്നില്ല കേട്ടോ, എനിക്ക് ഉറക്കം വന്നില്ല. ഞാനിങ്ങനെ കുത്തിയിരിക്കുകയായിരുന്നു. രാവിലെ 4:30-5 മണി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഇതാണ്, ഒരു വ്യൂ ആണിത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത്.
ഇത് കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ട്രെയിനിൽ പോയപ്പോൾ എടുത്തൊരു വ്യൂ ആണേ. ഏതോ അമ്പലത്തിലെ ഉത്സവമാണെന്ന് തോന്നുന്നു. ലൈറ്റും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാവിലെ ആയി കേട്ടോ, 5:30 ആയി. നേരം വെളുത്ത് വരിക. കണ്ടോ സൂര്യൻ ഉദിച്ച് വരുന്നത് കണ്ടോ? നല്ല രസമില്ലേ കാണാനായിട്ട്. നമ്മളൊരു സ്റ്റേഷനിലോട്ട് അടുക്കുകയാണേ. ഏത് സ്റ്റേഷനാണെന്നറിയാമോ? ഇതാണ് പുനലൂർ സ്റ്റേഷൻ. ഇവിടെ ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ പിടിച്ചിടുവേ. 6:50 ഇവിടുന്ന്. ഇപ്പം നമ്മൾ വന്നത് 6 മണി ആവുന്നേ ഉള്ളൂ. ഇനിയിപ്പം അവർ വിളിച്ച് പറയുന്നത് 6:50 ഇവിടുന്ന് എടുക്കത്തുള്ളൂന്നേ. ഇതിന് ഓപ്പോസിറ്റ് ഒരു പാസഞ്ചർ കിടപ്പുണ്ടായിരുന്നു കണ്ടോ. നാഗർകോവിൽ തിരുനെൽവേലി പാസഞ്ചറാണേ. അത് കുറച്ച് കഴിയുമ്പോൾ എടുക്കുമെന്ന് വിളിച്ച് പറയുന്നുണ്ട്. ആ പാസഞ്ചർ വിട്ട് ഇനിയുണ്ട് സമയം നമ്മുടെ ട്രെയിൻ വിടാൻ വേണ്ടിയിട്ട്. 6:50 എടുക്കത്തുള്ളൂ. അവിടുന്ന് നമ്മുടെ ട്രെയിൻ എടുത്തേ. പുനലൂരിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തു. ഇനി അടുത്തത് കൊട്ടാരക്കര അല്ല, ആവണീശ്വരം അല്ലേ? ഞാനൊന്ന് കണ്ണാടി നോക്കാൻ പോയത്. എൻ്റെ പൊന്നോ, എന്നാ വൃത്തികേടായിട്ടാണ് കിടക്കണേ. അത് പിന്നെ ഒന്ന് തുടച്ചിട്ട് നോക്കിയപ്പോൾ ക്ലിയറായി. നമ്മൾ ഫ്രഷായി. കയ്യിലുണ്ടായിരുന്ന ഒരു ഓറഞ്ചിൻ്റെ മിഠായി, നമ്മുടെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ. ഞാൻ നേരത്തെ തന്നെ പാക്ക് ചെയ്യും. പുനലൂരായപ്പോഴേ ഞാൻ ഇറങ്ങാനുള്ള സെറ്റപ്പ് ചെയ്ത് പാക്ക് ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെയാണല്ലോ നമ്മൾ. നല്ല രസമില്ലേ വ്യൂ കാണാനായിട്ട്. പിടിച്ചിട്ടിരിക്കുമോ ട്രെയിൻ, വേറൊരു ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മെമു ആണ്. മെമു പോലത്തെ ഒരു പാസഞ്ചർ ട്രെയിൻ. ആവണീശ്വരം കഴിഞ്ഞു, കൊട്ടാരക്കര എത്തി. ഇനി അടുത്തത് കൊല്ലം. കൊല്ലത്ത് 8 മണിയൊക്കെ ആകുമ്പോഴേ ചെല്ലത്തുള്ളൂ. നല്ല സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ കൊല്ലത്തോട്ട് എത്താൻ വേണ്ടി പോവുകയാണേ. ഇങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയേ. അത് കഴിഞ്ഞുള്ള കാഴ്ചകൾ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ ശാസ്താംകോട്ട കായലാണെന്ന് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് മാൻട്രോത്തുരുത്താണേ. ഇപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ആയി കേട്ടോ. പക്ഷേ ഈ ട്രെയിൻ നിർത്തത്തില്ല, പാസഞ്ചറൊക്കെ നിർത്തുമായിരിക്കും. നമ്മുടെ ട്രെയിനിൽ നിന്നുള്ള മാൻട്രോത്തുരുത്തിൻ്റെ വ്യൂ കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതാ മാൻട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. സ്റ്റോപ്പില്ല, പക്ഷെ നമുക്ക് ലോക്കൽ ട്രെയിനിൽ വന്നാൽ ഇവിടെ ഇറങ്ങാൻ പറ്റും. നല്ല രസമുണ്ട് കാണാനായിട്ട്.
ഇവിടുന്ന് പുതിയൊരു യാത്രകളുടെ സ്വപ്നങ്ങളുമായിട്ട് യാത്ര തിരിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബായ്.